പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലോകത്തേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ എന്ന ടേം, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ടേം പരിചയപ്പെടാത്ത ആരും തന്നെ ഇന്ന് ഭൂമുഖത്ത് ഉണ്ടായിരിക്കില്ല, പ്രത്യേകിച്ചും ഈ കൊറോണ കാലഘട്ടത്തിൽ. എല്ലാ വിഷയത്തിൻ്റെ കൂടെയും ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് വിഷയത്തിലും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ, ഈവൻ ഭാഷയിൽ പോലും മലയാളത്തിൽ പോലും റിസർച്ച് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഡേറ്റ അനാലിസിസ് ഏതൊരു വിഷയത്തിലും അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നമ്മളുടെ കൊമേഴ്സിലാണെങ്കിലും സാഹിത്യങ്ങളിലാണെങ്കിലും എല്ലാറ്റിലും ചില രീതിയിലുള്ള ഡേറ്റ അനാലിസിസിലേക്ക് അനാലിസിസ് ബേസ്ഡ് ഉള്ള ഗവേഷണങ്ങളൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഗൂഗിളൊന്നും ഉപയോഗിക്കാത്ത ആരും ഇപ്പോൾ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജീസൊക്കെ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് വളരെ ബുദ്ധിമുട്ടി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും ഇല്ല, അല്ലേ? എന്നിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ സബ്ജക്റ്റ് പഠിച്ചു വന്ന കുട്ടികളാണ്. IT-യിൽ നിങ്ങളെല്ലാവരും, എനിക്കറിയാം, മിക്ക കുട്ടികളും A+ വാങ്ങിയിട്ട് വന്നവരാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഇൻഫർമേഷൻ ടെക്നോളജി വളരെ നല്ല മാർക്കൊക്കെ ആയിട്ട് വന്ന കുട്ടികളാണ്. നിങ്ങളെല്ലാവരും A+ വാങ്ങിയ കുട്ടികളാണ്, A+, മിക്ക കുട്ടികളും. അതിൽ നിന്ന് നമ്മളെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാഴ്ചപ്പാട്, ഇത്രയും എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നായിരിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ അതിൽ ഇടപെടുകയാണ്. നമ്മുടെ മുൻവിധിയെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ഈ മുൻവിധിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളെ നിരാശപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. കാരണം ചില മുൻവിധികൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്, വളരെ ഭീകരമായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ മുൻവിധി നമ്മൾ മായ്ച്ചു കളയേണ്ടതുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാലേ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. CA എന്ന സുന്ദരവാക്കിൽ നമ്മൾ വിളിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ പഠിച്ച IT അല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും, മാത്സ്. കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ആർക്കും ഇതിനകത്തുള്ള മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അൽഗോരിതം എന്നുള്ളൊരു ടേം നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചില ടേമുകൾ ഇപ്പോൾ തന്നെ നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. അൽഗോരിതം. മറ്റൊന്ന്, നിങ്ങൾ ധാരാളം കേട്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ്. ഈ സംഭവങ്ങൾ പഠിക്കാൻ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാലാണ് മനസ്സിലാകുക. എടുക്കുന്നത് അതേ ദിവസം തന്നെ പഠിക്കുക, കൃത്യമായി നോട്ട്സ് എഴുതുക, പ്രോബ്ലംസ് ചെയ്യുക, പ്രോഗ്രാം സ്വന്തമായിട്ട് എഴുതി പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിച്ചാലാണ് നിത്യവും പഠിക്കുന്നതിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾ ഫോളോ ചെയ്താലാണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് സുന്ദരമായിട്ട് പുതിയൊരു A+ലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
അല്ലാതെ ഇത്രയും കാലം നമ്മൾ പഠിച്ച IT-യിൽ അതേപോലെ പഠിച്ചാൽ +2-നും A+ കിട്ടാമെന്ന ധാരണ എൻ്റെ കുട്ടികൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം എന്നുള്ള ഒരു ചെറിയ അപേക്ഷയോടെയാണ് നമ്മൾ നമ്മളെ ക്ലാസ്സിലേക്ക് കയറുന്നത്. പേടിക്കൊന്നും വേണ്ട, ഇത് അത്ര പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല. പക്ഷേ നമ്മുടെ നേരത്തെ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ മുൻവിധി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പുതിയ ഒരു മനസ്സോടുകൂടി നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന വിഷയം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, റെഡിയാണല്ലോ? എങ്കിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്ററിൻ്റെ പേര് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. പേര് കേട്ടാൽ അറിയാം എന്താണ് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ. ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നോട്ട്സ് വീഡിയോ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് എഴുതി തുടങ്ങുക. നോട്ട്സ് എഴുതി പഠിക്കുമ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ മാറും. കേവലം കേട്ടിരിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ നോട്ട്സ് എഴുതുക, പഠിക്കുക, ഇത് രണ്ടും ഈ ക്ലാസ് ശ്രദ്ധിക്കുകയും നോട്ട്സ് എഴുതുകയും കൂടെ ചെയ്യുക കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന 2 ടേമാണ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഈ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഈസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. എന്താണ്? കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്, ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാൻ കാരണം. അപ്പം കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഡേറ്റനെ ഇൻഫർമേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന പണി. എന്തിന്? ഡേറ്റയെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ ഡേറ്റ, എന്താണ് ഈ ഇൻഫർമേഷൻ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡേറ്റ വേഴ്സസ് ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഡേറ്റ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. എന്താണ് ഡേറ്റ? ഡേറ്റയ്ക്കകത്തുള്ള ഡെഫിനിഷൻ നമ്മളെ ബുക്ക് പറയുന്നത് നോക്കുക. ഡേറ്റ ഡിനോട്ട്സ് raw facts and figures such as numbers, words, amount, quantity, etc. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഡേറ്റ ഡിനോട്ട്സ് raw facts and figures such as numbers, words, amount, quantity, etc. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ മീൻസ് ദാറ്റ് ഇസ് റോ ഫാക്ട്സ്. എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അസംസ്കൃതം എന്ന് പറയും അല്ലേ? അസംസ്കൃതം, സംസ്കരിക്കാത്തത്. ഡേറ്റ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കാത്ത ചില കാര്യങ്ങളും അക്കങ്ങളുമൊക്കെയാണ്. ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം.
ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് എന്തൊക്കെയാണ്? നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എറ്റ്സെട്ര. ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് എന്നിട്ട് പറയുന്നു അത് ചില നമ്പറുകളാവും. 125 ഒരു ഡേറ്റയാണ്, 10.24 ഒരു ഡേറ്റയാണ്, അരീക്കോട് ഒരു ഡേറ്റയാണ്, നൗഷാദ് ഒരു ഡേറ്റയാണ്. ഇങ്ങനെയുള്ള അക്കങ്ങളെയും വാക്കുകളെയും ആണ് നമ്മൾ ഡേറ്റ എന്ന് സൂചിപ്പിക്കുക. ഇതൊക്കെ ഡേറ്റയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അക്കങ്ങൾ, അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ഇതിനൊക്കെയാണ് ഡേറ്റ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു, എന്താ പറയുന്നത്? ഡേറ്റ ഈസ് റോ ഫാക്ട്സ്, സംസ്കരിക്കാത്ത വസ്തുക്കൾ. റോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. റോ എന്ന് പറഞ്ഞാൽ അസംസ്കൃതം. ഇപ്പോൾ റോ ബനാന എന്ന് പറഞ്ഞാൽ എന്താ? റോ ബനാന, പച്ച വായിക്ക അല്ലേ, പച്ചക്കായ അല്ലേ. ഈ പച്ചക്കായ നമുക്ക് നല്ല ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും അല്ലേ. സോ ഇത് സംസ്കരിക്കാത്തതാണെങ്കിൽ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉണ്ടാകുന്ന ഉപ്പേരി എന്ന് പറയുന്നത് സംസ്കരിച്ചതാണ് അല്ലേ, സംസ്കരിച്ച. ശരിയല്ലേ? അപ്പോൾ എന്താണ് റോ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഫിഗേഴ്സ്? ഇത്രയേ ഉള്ളൂ. ഡേറ്റ എന്ന് പറഞ്ഞാൽ ചില അക്കങ്ങൾ. ഇപ്പം 125, ഇപ്പോൾ 10.4.98, അരീക്കോട്, ഇതൊക്കെ എന്താണ്? ഡേറ്റയാണ്. അപ്പോൾ എന്താണ് 125 എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ നമ്പർ. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ. 10.4.98 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡേറ്റ്, അത്രേ നമുക്കറിയുള്ളൂ അതിനെക്കുറിച്ച്. ആ ഡേറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വി ഡോണ്ട് നോ. അരീക്കോട് ഇസ് നെയിം ഓഫ് എ പ്ലേസ് എന്നറിയാം. അപ്പം ചില നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്പറുകൾ, വാക്കുകൾ, ഡേറ്റ് തുടങ്ങിയ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻഫർമേഷൻ എന്താണ്. അതും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. Okay, so we'll go back to the definition. Data denotes raw facts and figures such as numbers, words, amount, quantity, etc. ഒന്നുകൂടെ പറയട്ടെ. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്പറുകൾ, വാക്കുകൾ, എമൗണ്ട്, ക്വാണ്ടിറ്റി. ഇതൊക്കെ ഈ ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഡേറ്റയ്ക്ക് എക്സാമ്പിൾ. ഇപ്പോൾ ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? നമ്പേഴ്സ് എന്ന് എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ 123, 0.24 എന്നൊക്കെ എഴുതാം അല്ലേ. പിന്നെന്ത് എഴുതാം? വേർഡ്സ് എക്സാമ്പിളാണ് ഡേറ്റയ്ക്ക്. ഉദാഹരണം അരീക്കോട് അല്ലേ, അരീക്കോട്. അതുപോലെ ഹാരിസ്, റൈറ്റ്. അതുപോലെ ഡേറ്റ്, യു ക്യാൻ റൈറ്റ് എക്സാമ്പിൾ ലൈക്ക് 10/4/2020. So this are all example for data. Numbers, words, date, ഇതൊക്കെ ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. നൗ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ എന്താണെന്ന് മനസ്സിലായി. നൗ വി ഷുഡ് നോ വാട്ട് ഇസ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ ഈസ് എ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഇൻഫർമേഷൻ ഈസ്, ഈ ഇറ്റാണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി. ഇൻഫർമേഷൻ ഈസ് എ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ആയിട്ടുള്ള ഡേറ്റയാണ്, പ്രോസസ്ഡ് ഡേറ്റയാണ്. അർത്ഥമുള്ള ഡേറ്റയൊക്കെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുക. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത്. എന്തിനെ പ്രോസസ്സ് ചെയ്തിട്ട്? ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്?
ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡേറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഒരു ഡേറ്റയാണ്, പക്ഷേ ആ ഡേറ്റ കുറച്ചുകൂടെ മീനിങ് ഫുള്ളാണ്, അർത്ഥവത്താണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കുറേ ഡേറ്റ ഇവിടെ എഴുതുന്നു. ഉദാഹരണമായിട്ട് 7356037547. മറ്റൊരു ഡേറ്റയാണ് 766541. മറ്റൊന്നാണ് മന്നയിൽ. Then another one is Naushad. Then Chattalur, Malappuram. ഇതിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. ഇതിൽ കുറേ അക്കങ്ങളുണ്ട്, ഇവിടെ പിന്നെ കുറേ നമ്പറുകളുണ്ട്, ഇവിടെ കുറേ ആളുടെ പേരുണ്ട്, കുറേ സ്ഥലങ്ങളുടെ പേരുണ്ട്. പക്ഷേ ഈ ഡേറ്റയെ ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് വിചാരിക്കുക. ഇത് നമ്മളെ എന്താണ്? ഇത് നമ്മുടെ ഡേറ്റയാണ്. ഇത് നമ്മുടെ ഡേറ്റയാണ്. ഇനി ഇതേ ഇൻഫർമേഷന്, ഈ ഡേറ്റയെ ഞാൻ ഇങ്ങനെ എഴുതുന്നു: നൗഷാദ്, മന്നയിൽ, ചാത്തല്ലൂർ PO, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, 676541 7356037. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇത് എന്താണെന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ദിസ് ഇസ് എ അഡ്രസ് ഓഫ് എ പേഴ്സൺ. ഇതൊരു മീനിങ് ഫുൾ ഡേറ്റയാണ്, ഡേറ്റ. സോ ഇങ്ങനെയുള്ള മീനിങ് ഫുൾ ഡേറ്റയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഡേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻഫർമേഷൻ? മീനിങ് ഫുൾ ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഡേറ്റയെ, ഒരു റോ ഫാക്റ്റിനെ, സംസ്കരിക്കാത്ത ഡേറ്റയെ നമ്മൾ മീനിങ് ഫുള്ളായിട്ടുള്ള ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് പറയാം, ഡേറ്റ ഈസ് റോ ഫാക്ട്സ്. സംസ്കരിക്കാത്ത ചില വസ്തുതകളാണ്. അത് അക്കങ്ങളാവാം, വാക്കുകളാവാം, ഡേറ്റുകളാവാം. അങ്ങനെ സംസ്കരിക്കാത്ത റോ ആയിട്ടുള്ള വാക്കുകളെയോ നമ്പറുകളെയോ ഡേറ്റിനെയോ ഒക്കെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിങ് ഫുള്ളായിട്ടുള്ള ഡേറ്റ കിട്ടും. ആ മീനിങ് ഫുള്ളായിട്ടുള്ള ഡേറ്റയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ മീനിങ് ഫുള്ളായിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? അഡ്രസ്സ് ഒരു മീനിങ് ഫുൾ ഡേറ്റയാണ്. സോ അഡ്രസ് ഈസ് എൻ ഇൻഫർമേഷൻ. ഇനി നിങ്ങളുടെ അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. മറ്റൊരു എക്സാമ്പിൾ ഉദാഹരണമായിട്ട് 24/2012 ഹാരിസ്. ഓക്കെ, then 63245. ഓക്കെ, physics 65 39 7356037 ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് കെമിസ്ട്രി, ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. ഇത് കണ്ടാൽ ഇതിനകത്ത് കുറേ ഡേറ്റ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ SSLCൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോഴോ, ഇപ്പോൾ ഉദാഹരണമായിട്ട്
നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ് എടുക്കുക. സീ ദിസ്. ഇതിനകത്ത് അനിത മോഹൻ എന്നുള്ളത് ഒരു ഡേറ്റയാണ്. ഇതൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്നറിയാം. ഇത് വീട്ടിലെ അഡ്രസ്സാണെന്നറിയാം. ഇത് പിന്നെ ഫീമെയിലാണെന്നറിയാം അല്ലേ. A+ ഹിന്ദി ഇതൊക്കെ ഡേറ്റയാണ്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു SLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് ഡേറ്റയുണ്ട്. അനിത മോഹൻ എന്ന കുട്ടിയുടേതാണ്. അവൻ്റെ രജിസ്റ്റർ നമ്പർ ഇതാണ്. അവന് ഓരോ സബ്ജക്റ്റിലും കിട്ടിയ ഗ്രേഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ SSLC ബുക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. ഇതിനകത്ത് കുറേ ഡേറ്റയുണ്ട്. ആ ഡേറ്റിന് വളരെ കൃത്യമായ ഓർഡറിൽ പേര്, അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, പിന്നെ അഡ്രസ്സ്, അതുപോലെ ഓരോ വിഷയത്തിലും കിട്ടിയ മാർക്ക്, ഇതിനെയൊക്കെ വളരെ സ്ട്രക്ചേർഡായിട്ട് അറേഞ്ച്ഡ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് മീനിങ് ഫുൾ സർട്ടിഫിക്കറ്റ്. അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ഇത് ഒരു കുട്ടിയുടെ അനിത മോഹൻ്റെ എന്താണ് SSLC ബുക്കാണ്. ആ കുട്ടിക്ക് ഈ വിഷയങ്ങളിൽ ഇന്നതൊക്കെ മാർക്കുണ്ട്, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ SSLC ബുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. SSLC ബുക്ക് നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഇൻഫർമേഷൻ ആണെന്ന് പറയാം. ഈ ഇൻഫർമേഷൻ എന്തുപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത്? കുറേ ഡേറ്റ ഉപയോഗിച്ചാൽ അനിത മോഹൻ അല്ലേ, അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ഇതിനകത്തുള്ള ഡേറ്റയാണ്. ഇതെല്ലാം ഇതിനകത്തുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റ വളരെ കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ വി ഗോട്ട് ഇൻഫർമേഷൻ. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് മീനിങ്ങോ അർത്ഥമൊന്നുമില്ല, അത് റോ ഫാക്ട്സ് ആണ്. പക്ഷേ ആ ഡേറ്റിനെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് മാറും. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് ഡേറ്റയെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫർമേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പേഴ്സ് അല്ലേ, വേർഡ്സ്, ഡേറ്റ്സ്, ഇതൊക്കെ ഡേറ്റയ്ക്ക് എക്സാമ്പിൾ. നേരെ മറിച്ച് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീനിങ് ഫുൾ ഡേറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രോസസ്ഡ് ഡേറ്റയാണ്. അതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? SSLC ബുക്ക് എക്സാമ്പിളാണ് അല്ലേ, അഡ്രസ്സ് ഒരു എക്സാമ്പിളാണ്, റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ +1 റാങ്ക് ലിസ്റ്റ് ഒരു ഇൻഫർമേഷന് എക്സാമ്പിളാണ്. കാരണം ഇതൊക്കെ വളരെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്താണ് ഇതിനകത്തുള്ളതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ? ഡേറ്റ ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഇൻഫർമേഷൻ ഈസ് മീനിങ് ഫുൾ ഡേറ്റ. കറക്റ്റ് ആണല്ലോ? ഓക്കെ, റെഡി? നൗ ഇനി നമ്മൾ എന്താണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഇത് തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ഇനി നമുക്ക് നടത്താനുള്ളത്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ? സോ വി ക്യാൻ സേ ഫസ്റ്റ് പോയിന്റ്, വി ക്യാൻ സേ ഡേറ്റ ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. സംസ്കരിക്കാത്ത വസ്തുതകളാണ്. ഫാക്റ്റ് പറഞ്ഞാൽ വസ്തുതകൾ. അതുപോലെ അക്കങ്ങളും അക്ഷരങ്ങളൊക്കെയാണ്, വാക്കുകളൊക്കെയാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കാത്തതല്ല, സംസ്കരിച്ചതാണ്, പ്രോസസ്ഡ് ഡേറ്റയാണ്. ഡേറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുവിന് തുല്യമാണ് ഡേറ്റ. ഇൻഫർമേഷനോ സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്. ഉദാഹരണമായിട്ട് കല്ലും മെറ്റലും സിമെൻറ്റും ഒക്കെ അസംസ്കൃത വസ്തുവാണെങ്കിൽ അതുകൊണ്ട് നിർമ്മിച്ച വീടുണ്ടല്ലോ, ദാറ്റ് ഈസ് എ ഇൻഫർമേഷൻ, മീനിങ് ഫുൾ ആവും. കമ്പ്യൂട്ടറിൽ വരുമ്പോൾ അങ്ങനെ കല്ലും മെറ്റലൊന്നും വരില്ല. ഞാനൊരു റിയൽ വേൾഡിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേരും.
ഡേറ്റയെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത്? ഡേറ്റയെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഡേറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇൻഫർമേഷൻ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. ആഡ് ടു നോളജ് ആൻഡ് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഇൻഫർമേഷൻ സാധിക്കും. തീരുമാനം എടുക്കാൻ SSLC ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ കുട്ടിക്ക് ഏത് സയൻസിന് കിട്ടുമോ, കൊമേഴ്സിന് കിട്ടുമോ, ഹ്യൂമാനിറ്റീസിന് കിട്ടുമോ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേട്ടോ. കുട്ടിയുടെ ടാലൻ്റൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏത് സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഏത് കോഴ്സിന് പഠിക്കാനാണ് ഏറ്റവും നല്ലത്. ഫിസിക്സിന് നല്ല മാർക്കുള്ള, ഫിസിക്സിനും മാത്സിനും നല്ല മാർക്കുള്ള കുട്ടി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം, ഇവന് സയൻസ് വിഷയം പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് സഹായിക്കും? ഇൻഫർമേഷൻ സഹായിക്കും. ഡേറ്റ മാത്രം വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള അടുത്ത പോയിന്റ് എന്താ? ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഡേറ്റ നമുക്ക് കൃത്യമായിട്ടൊരു അർത്ഥം നൽകില്ല, പക്ഷേ ഡസ് നോട്ട് ഗീവ് തരില്ല പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്, കൃത്യമായ വ്യക്തമായ അർത്ഥം നൽകില്ല. ആര്? ഡസ് നോട്ട് തരുന്നില്ല. ആര്? ഡേറ്റ നമുക്ക് പ്രിസൈസ് കൃത്യമായ, ക്ലിയർ വ്യക്തമായ, സെൻസ് മീനിങ് അർത്ഥം നൽകുന്നില്ല. മറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ്സ് ക്ലിയർ ആൻഡ് മീനിങ്ഫുൾ. ഇൻഫർമേഷൻ വളരെ വ്യക്തമായിരിക്കും, മീനിങ്ഫുൾ ആണ്, അർത്ഥവത്തായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു റിയൽ വേൾഡിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അരി വാങ്ങും, അല്ലേ? അരി, റൈസ്, ഇത് അസംസ്കൃത വസ്തുവാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? അരിപ്പൊടിയാക്കും, ഫ്ലവർ, അല്ലേ? ഫ്ലവർ ആക്കും. അരിനെ ഫ്ലവർ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ പ്രോസസ്സ് ചെയ്യണം, മില്ലിൽ കൊണ്ടുപോയിട്ട്, അല്ലേ? പ്രോസസ്സ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ അരി എന്ന് പറയുന്നത് റോ ഫാക്റ്റാണ്, അല്ലെങ്കിൽ വി ക്യാൻ സേ അരി എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഇവിടെ ഫ്ലവർ എന്ന് പറയുന്നത് ദിസ് ഈസ് ഇൻഫർമേഷൻ, പ്രോസസ്ഡ് ഡേറ്റയാണ്. ശരിയാണല്ലോ, അല്ലേ? ഇനി ചില ഇൻഫർമേഷൻ ചില കോണ്ടെക്സ്റ്റിൽ ഡേറ്റയായിട്ട് മാറും, ചില ഇൻഫർമേഷൻ ചില കോണ്ടെക്സ്റ്റിൽ ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്യും. ഉദാഹരണമായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അസംസ്കൃത വസ്തു എന്താണ്? ഫ്ലവർ ആയിരിക്കും. ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ദോശച്ചട്ടി ഇട്ടിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ദോശ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ദോശ ഇൻഫർമേഷനും ഇതെന്തായിട്ട് മാറും? ഫ്ലവർ എന്തായിട്ട് മാറും? ഡേറ്റയായിട്ട് മാറും. ആ ഓരോ കോണ്ടെക്സ്റ്റിൽ ഇത് മാറും കേട്ടോ. ഇപ്പോൾ ഈ സിനാരിയോ എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ സിനാരിയോ എടുക്കുകയാണെങ്കിൽ, ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ അരി റോ ഫാക്റ്റും ഫ്ലവർ എന്താണ്? ഇൻഫർമേഷൻ, മീനിങ്ഫുള്ളാണ്. ഇനി തിരിച്ച് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിലോ, ഈ കോണ്ടെക്സ്റ്റ് ഇതെടുക്കുമ്പോൾ ഇവിടെ ഫ്ലവർ എന്തായിരിക്കും? ഡേറ്റയായിരിക്കും. ദോശ എന്താവും? ഇൻഫർമേഷനാവും, അല്ലേ? ഇത് പല സമയത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങും, എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കും? SSLC ബുക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഡേറ്റയാണ്, SSLC ബുക്ക് ഇൻഫർമേഷൻ, അല്ലേ? ഇനി നമുക്ക് +1 അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. +1 അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡേറ്റ എന്താണ്? എല്ലാ കുട്ടികളുടെയും SLC ബുക്കിൻ്റെ ഡേറ്റ, അല്ലേ? ശരിയല്ലേ? എല്ലാ കുട്ടികളുടെയും SLC ബുക്കിലെ ഡേറ്റ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിനെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ലിസ്റ്റ് കിട്ടും. +1 റാങ്ക് ലിസ്റ്റ് കിട്ടും, അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം SLC ബുക്കുകൾ എല്ലാം ഇവിടെ എന്തായിട്ടാണ് വരുന്നത്? ഡേറ്റയായിട്ടാണ് വരുന്നത്. കാരണം റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഡേറ്റ എന്ന് പറയുന്നത് SLC ബുക്കാണ്. എല്ലാ കുട്ടികളുടെയും SLC ബുക്കിലെ ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇൻഫർമേഷൻ. SLC ബുക്കുകൾ ഇവിടെ ഡേറ്റയായിട്ട് വരും.
അത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് ഒരു ഇൻഫർമേഷൻ മറ്റൊരു കാര്യത്തിൽ ഡേറ്റയാവും. ഉദാഹരണമായിട്ട് അരി പൊടിക്കുന്നു. അപ്പോൾ അരി അസംസ്കൃത വസ്തു, ഡേറ്റ, പൊടി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. എന്നിട്ട് പൊടി ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കുമ്പം പൊടി എന്താണ്? ഡേറ്റയാണ്, ദോശ ഇൻഫർമേഷനാണ്. അതേപോലെ കുട്ടികളുടെ മാർക്കൊക്കെ കളക്ട് ചെയ്ത് SLC ബുക്ക് ഉണ്ടാക്കുമ്പം ആ മാർക്കുകളൊക്കെ ഡേറ്റയാണ്, SLC ബുക്ക് ഇൻഫർമേഷനാണ് SLC ബുക്ക് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ +1 അഡ്മിഷനിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ SLC ബുക്കിലെ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ SLC ബുക്ക് എന്തായിട്ട് മാറും? ഡേറ്റയായിട്ട് മാറും. റാങ്ക് ലിസ്റ്റ് എന്തായിരിക്കും? ഇൻഫർമേഷനായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതും കൂടെ പറയാം. ഈ ഡേറ്റ ഇൻഫർമേഷന് കൂടെയൊക്കെയുള്ള മറ്റൊരു ടേമാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ബുദ്ധി. ഈ ബുദ്ധിയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ബുദ്ധിയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻഫർമേഷൻ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിച്ച ഒരാൾ ഇന്ന് ഒന്നും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ഇൻ്റലിജൻസ് ഇല്ല. ഇപ്പോൾ ഒരു SLC ബുക്ക് നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് ഏത് കോഴ്സിന് പോകുന്നതാണ് നല്ലത് എന്ന് ഒരു പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഫർമേഷൻ ആസ് ഇറ്റ് ഈസ് ഇൻഫർമേഷൻ ഇൻ്റലിജൻസ് അല്ല. ഒരാൾക്ക് കുറേ വിവരം കിട്ടിയെന്ന് വിചാരിച്ച അയാൾ ഇൻ്റലിജൻ്റ് അല്ല. ആ വിവരത്തിനനുസരിച്ച് അദ്ദേഹം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇൻ്റലിജൻസിനെ കുറിച്ചൊരു ചെറിയ ഡെഫിനിഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. കാരണം ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ അതേപോലെ ചോദിച്ചാലോ. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റലിജൻസ് എന്നുള്ളതിന് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. സോ വാട്ട് ഈസ് ഇൻ്റലിജൻസ്? വാട്ട് ഈസ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ എഴുതാം. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ് ഫ്രം ദ റിക്വയർഡ് നോളജ് ഈസ് നോൺ ആസ് intelligence. The ability to draw useful inferences from the acquired knowledge is known as intelligence. Intelligence എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അഥവാ നോളേജിൽ നിന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ ഇൻഫർ ചെയ്യാനുള്ള, മനസ്സിലാക്കിയെടുക്കാനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിക്കാണ് എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ്, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവിന്. എന്തിൽ നിന്നും? ഫ്രം ദ അക്വയേർഡ് നോളജ്, നമുക്ക് കിട്ടിയ വിവരത്തിൽ നിന്നും, ഇൻഫർമേഷനിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? എബിലിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ദ എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ് ഫ്രം ദ അക്വയർഡ് നോളജ് ഈസ് നോൺ ആസ് ഇൻ്റലിജൻസ്. കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള, മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റലിജൻസ് എന്ന് പറയുക. അപ്പോൾ വിവരം ഉണ്ടായാൽ പോരാ, എന്ത് വേണം? ആ വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എന്തൊക്കെയാണ് ഡിസ്കസ്ഡ്? 3 ടേംസ്. വൺ ഇസ് ഡേറ്റ, ദ അതർ വൺ ഇസ് ഇൻഫർമേഷൻ, ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റലിജൻസ്. Okay, so we have done with the first session here. Okay, we have completed the first session. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡേറ്റയെ എങ്ങനെയാണ് ഇൻഫർമേഷൻ ആക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഈ ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുന്ന ഡ്യൂട്ടിയാണ് ഈ കമ്പ്യൂട്ടർ എന്ന മെഷീനുള്ളത്. അടുത്ത സെഷനിൽ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുക,
ആ കാര്യങ്ങളെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അടുത്ത ക്ലാസ് മിസ്സാവരുത്. വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നോട്ട്സ് കൃത്യമായിട്ട് എഴുതണം. ഈ ഫസ്റ്റ് സെഷൻ ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അടുത്ത സെഷനിലേക്ക് മുൻകൂട്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്. വീണ്ടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലോകത്തേക്ക്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലോകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.